പ്രിയ ദൈവജനമേ, ആഗമന കാലത്തിലെ 14-ാം ദിവസം വിശുദ്ധി പാലിക്കുക എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി നമുക്ക് ധ്യാനിക്കാം. ഈ കാലം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനത്തിനായുള്ള ഒരുക്കത്തിൻ്റേതാണ്. രക്ഷകനെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ ഏറ്റവും പ്രധാനം നമ്മുടെ ആന്തരിക വിശുദ്ധിയാണ്. ക്രിസ്തുവിൻ്റെ 2ാം വരവിനായി കാത്തിരിക്കുന്നവരായ നാം ഓരോരുത്തരും പാപക്കറ പുരളാത്ത ഹൃദയത്തോടെ വേണം കർത്താവിനെ എതിരേൽക്കാൻ ഒരുങ്ങാൻ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, നിങ്ങളുടെ ആത്മാവും പ്രാണനും ശരീരവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആഗമനത്തിൽ അന്യൂനമായും കുറ്റമറ്റതായും കാത്ത് സൂക്ഷിക്കപ്പെടട്ടെ. 1 തെസ്സലോനിയർ 5:23. നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണെന്ന ബോധ്യം നമുക്കുണ്ടാകണം. ഈ ആഗമന കാലത്തിൽ പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും നമ്മുടെ ജീവിതത്തിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യാനുള്ള ഒരു സുവർണ അവസരമാണ് കർത്താവ് നമുക്കിപ്പോൾ നൽകിയിരിക്കുന്നത്. മാനസാന്തരത്തിൻ്റെയും അനുരഞ്ജനത്തിൻ്റെയും കൂദാശകൾ വഴി നമുക്ക് ദൈവവുമായി വീണ്ടും ഐക്യപ്പെടാം. മറിയത്തെ പോലെ ദൈവഹിതത്തിന് പൂർണ്ണമായി കീഴ്പ്പെട്ട് വിശുദ്ധിയുടെ പാതയിൽ നടക്കാൻ നാം ശ്രമിക്കണം. ലോകത്തിൻ്റെ പ്രലോഭനങ്ങളിൽ വീഴാതെ നമ്മുടെ ക്രിസ്തീയ വിളക്ക് കത്തിച്ചു വെച്ച് ക്രിസ്തീയ വിളിക്ക് അനുസൃതമായി വിശുദ്ധ ജീവിതം നയിക്കാൻ നാം പ്രതിജ്ഞാബദ്ധരാകണം. കർത്താവിൻ്റെ വരവ് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. അതിനാൽ എപ്പോഴും ഒരുങ്ങിയിരിക്കുക എന്നത് ഒരു ക്രിസ്ത്യാനിയുടെ കടമയാണ്. നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുന്ന ഒരു ദീപശിഖയായി മാറട്ടെ. ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് വിശുദ്ധിയിൽ വളരാൻ നമുക്ക് ഓരോ നിമിഷവും പരിശ്രമിക്കാം. അങ്ങനെ തിന്മയെ വെറുത്ത് നന്മയെ സ്നേഹിക്കുന്ന ഒരു പുതുപുത്തൻ മനുഷ്യനായി, മനുഷ്യ സ്ത്രീയായി നമുക്ക് ക്രിസ്മസ് ആഘോഷിക്കാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നമ്മെ വിശുദ്ധിയിൽ നിലനിർത്തട്ടെ. ആമേൻ.